ഇതെൻ്റെ നാത്തൂൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു വിഖ്യാതമായ പൈനാപ്പിൾ പുഡിങ്ങാണ്. സംഭവം ക്രീമിയാണ്, സൂപ്പറുമാണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പാലൊഴിച്ച് അതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി വേറെ കുറച്ച് പാലും കൂടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചിട്ട് ഇതുപോലെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിലധികം പഞ്ചസാരയും അതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കിയിട്ടുള്ള 1 സ്പൂൺ ജെലാറ്റിനും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. ഈ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഒരു പാനിലിട്ട് അതിലേക്ക് വീണ്ടും പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങും. ഒരു കാരമൽ പരുവത്തിലാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ബ്രെഡിൻ്റെ സൈഡൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഒരു പുഡിംഗ് ട്രേയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ അങ്ങോട്ട് നിരത്തി കൊടുക്കുക. ബാക്കിയൊന്നും സൈഡൊന്നും കളയണ്ട, ചായ മുക്കി കഴിക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിക്സും അതുപോലെ പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലുക്ക് തന്നെ മാറി. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. തണുത്ത് കഴിയുമ്പോൾ എടുത്തങ്ങോട്ട് തട്ട്, അത്ര തന്നെ.